ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കാഞ്ചന ഗീതയുടെ പേര് പറയാൻ പോകുമ്പോഴേക്കും ഗീതു ആ ഒരു മുളക് പൊടിയുടെ പാത്രം ഇങ്ങനെ കാണിക്കുമായിട്ട്. ആ സമയത്ത് കാഞ്ചന മനസ്സിൽ വിചാരിക്കുകയാണ്, കടവുളെ എൻ്റെ മേത്ത് മുളക് പൊടി അഭിഷേകം ചെയ്യുമായിരിക്കും, മാറ്റി പറയാം, ഗീതു പാപ്പയൊന്നും അല്ല അങ്ങനെ ചെയ്തത് എന്നിങ്ങനെ പറയുവാട്ടോ. ആ സമയത്ത് കാഞ്ചന മനസ്സിൽ വിചാരിക്കുകയാണ്, എന്നെ എല്ലാവരുടെ മുമ്പിൽ അടിച്ചതല്ലേ, എന്തായാലും ഇവർ ഒറ്റിക്കൊടുത്തിട്ടെ കാര്യം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാധികാമ്മയുടെ മേത്ത് ഗീതു അല്ല, രാധികാമ്മയുടെ തലേ തന്നെത്താനെ വീണതാന്ന് ഗോവിന്ദനോട് പറയുകയാണ് നമ്മുടെ കാഞ്ചന. അതിനുശേഷം ഗോവിന്ദ് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. ഗോവിന്ദ് പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ ഗീതു പറയണ്ട് രാധികാമ്മടുത്ത്, രാധികാമ്മ പോയി കുളിച്ചിട്ട് വാ, തലയിലെ കളിമണ്ണും മേത്തടിക്കണ അരിപ്പൊടിയും കൂടി രണ്ടും മിക്സ് ആവണ മുമ്പേ പോയി കുളിച്ചിട്ട് വാ എന്നൊക്കെ പറയാണ്. നിന്നെ ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് രാധികാമ്മ പറയുമ്പോൾ, ഓ ശരി ശരി ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതു കളിയാക്കുന്നുണ്ട്. അതിനുശേഷം രേഖ പറയേണ്ട, ഗീതു നീ സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ ഗീതു പറയണ്ടേ, പേടിക്കണവർക്കല്ലേ സൂക്ഷിക്കേണ്ട കാര്യമുള്ളൂ, എനിക്ക് പേടിയൊന്നുമില്ല രേഖേച്ചി, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, അവരെന്നെ എന്ത് ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയാണ്. ഇതൊക്കെ കേട്ട് അത്ഭുതത്തോട് നിൽക്കുകയാണ് നമ്മുടെ അയ്യപ്പേട്ടൻ കേട്ടോ. ശേഷം നമ്മുടെ ഗോവിന്ദ് കമ്പനി പോകുമ്പോൾ ഗീതു ഓടിപ്പോയിട്ട് കാല് പിടിക്കുകയാണ്. ഗോവിന്ദ് പറയണ്ട, വേണ്ട വേണ്ട, നീ കാലൊന്നും പിടിക്കണ്ട, എനിക്ക് മനസ്സിലായി നീ എന്തിനെ കാല് പിടിക്കണേന്ന്, എൻ്റെ അമ്മയുടെ മേത്ത് അരിപ്പൊടി ഇട്ടത് നീയല്ലേ, അതിനെ എന്നോട് ക്ഷമ പറയാൻ വേണ്ടി വന്നതല്ലേ നീ എന്ന് പറയുമ്പോൾ ഗീത് പറയണ്ട്, ക്ഷമ പറയാനോ, ഞാൻ ക്ഷമ പറയാൻ വേണ്ടി വന്നതല്ലേ, ഈ സോക്സ് ഇട്ടരാൻ വേണ്ടി വന്നതാണെന്ന് പറയുമ്പോൾ, സോക്സ് ഇട്ടരാനോ, എഴുന്നേക്കടി അവിടെ നിന്ന് എന്ന് പറയുവാണ്. നീ എന്താ കളിയാക്കുവാണോ എന്നെ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ കളിയാക്കിയതല്ലോ, സോക്സ് ഇടാൻ വേണ്ടി വന്നതല്ലേ എന്ന് പറയുമ്പോൾ, നീ സോക്സ് ഒന്നും ഇടണ്ട, എനിക്കിടാനൊക്കെ അറിയാം, ഉത്തമ ഭാര്യയുടെ കടമ ഞാൻ ചെയ്യട്ടെ ഗോവിന്ദേട്ടാന്ന് പറയുമ്പോൾ, നീ ഒരു കടമയും ചെയ്യേണ്ട, എടി അരിപ്പൊടി എൻ്റെ അമ്മയുടെ തലയിലിട്ടത് നീയാണെന്ന് എനിക്കറിയാടി എന്ന് പറയുമ്പോൾ ഗീതു പറയണ്ട, അയ്യോ അരിപ്പൊടി ഞാൻ അങ്ങടെ രണ്ടാനമ്മയുടെ തലയിലിടോ, രണ്ടാനമ്മേനെ ഞാൻ ദൈവത്തെ പോലെയാണ് കാണുന്നത്, അതുകൊണ്ട് ഒരിക്കലും ഞാൻ അരിപ്പൊടി ഇടില്ലെന്ന് പറയുമ്പോഴേക്കും ഗോവിന്ദ് പറയണ്ട, നീ ഇടയ്ക്കിടയ്ക്ക് രണ്ടാനമ്മ കുത്തി പറയണതേ എന്നെ വേദനിപ്പിക്കുകയാണെന്ന് എനിക്കറിയാം എന്നൊക്കെ പറയുമ്പോൾ, അയ്യോ രണ്ടാനമ്മേനെ പിന്നെ രണ്ടാനമ്മ എന്നല്ലേ പറയേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഗീതു വീണ്ടും കളിയാക്കുവാട്ടോ. എന്നൊരു കാര്യം ചെയ്യാം, നാളെ ഞാൻ അവരുടെ തലയിൽ നെയ്യഭിഷേകം ചെയ്യാം, അവരെ ഞാൻ ദൈവത്തെ പോലെയല്ലേ കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കണതേ, നീ എൻ്റെ അമ്മേനെ ഒരുപാട് അങ്ങോട്ട് കളിയാക്കാൻ നിൽക്കണ്ട, നിന്നെ ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറയാണ്, എൻ്റെ കാര്യത്തിലൊന്നും നീ ഇടപെടാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് അവിടെ നിന്ന് പോവാണ്. അതൊക്കെ കണ്ടിട്ട് ചിരിക്കുവാണ് കേട്ടോ നമ്മുടെ ഗീതു. ശേഷം കാണുന്നത് രാധികാമനെയാണ്. രാധികാമ ഇലക്ഷനിൽ നിൽക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, രാധികാമ ഇലക്ഷനിൽ നിന്നാൽ തീർച്ചയായിട്ടും രാധികാമ തന്നെ ജയിക്കും, കാരണം അത്രമാത്രം പേര് രാധികാമൊക്കെ ഉണ്ട്, ഗോവിന്ദൻ്റെ അമ്മയായതുകൊണ്ട് തീർച്ചയായിട്ടും രാധികാമ ജയിക്കുമെന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക കൂടെയുള്ള എല്ലാവരും കൂടിയിട്ട്. അപ്പോഴാണ് രാധികാമ ആ കാഴ്ച കാണുന്നത്. നമ്മുടെ വിജയലക്ഷ്മി ആ ഹോട്ടലിൽ വന്നിട്ടുണ്ട്, കൂടെ 2-3 പേരൊക്കെ ഇരുന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുവാണ്. വിജയലക്ഷ്മി ചിരിച്ചുകൊണ്ട് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുവാണ്. ആ സമയത്ത് രാധികാമയുടെ കൂടെയുള്ള പാർട്ടിക്കാരൊക്കെ പറയുന്നുണ്ട്, ഇത് അവരല്ലേ ആ പ്രശസ്ത പാട്ടുകാരി, നമുക്ക് പോയി ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞിട്ട് കൂടെ ഉണ്ടായ ആൾക്കാരൊക്കെ ഓടിപ്പോവാട്ടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരും പോകുമ്പോൾ ഒരാൾ മാത്രമേ രാധികാമ്മ എടുത്തുള്ളൂ. അയാളിങ്ങനെ പറയുന്നുണ്ട്, പക്ഷേ ഇവർക്കൊക്കെ ഇങ്ങനെ മടിയില്ല ഇങ്ങനെയൊക്കെ പോയി ഫോട്ടോ എടുക്കാൻ, അവരും നമ്മളെപ്പോലത്തെ ഒരു മനുഷ്യ സ്ത്രീ അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അയാളും പോകാൻ കേട്ടോ അത് പറഞ്ഞുകൊണ്ട്. അതൊക്കെ കാണുമ്പോൾ രാധികാമ്മക്ക് ദേഷ്യം വരണം. അങ്ങനെ കൂടെയുള്ള ആൾക്കാരെല്ലാവരും കൂടി ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ വിജയലക്ഷ്മി രാധികാമ്മനെ കാണുന്നുണ്ട്. 1 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് രാധികയുടെ അടുത്തേക്ക് വിജയലക്ഷ്മി പോവാണ്. അതിനുശേഷം വിജയലക്ഷ്മി പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് സംസാരിക്കാണ്ടെന്ന് പറയുമ്പോൾ രാധികാമ്മ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളോട് ഒന്നും സംസാരിക്കാനില്ലെന്ന് പറയുമ്പോൾ, അയ്യോ നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ ഒച്ചത്തി എനിക്ക് പറയാനുള്ളതൊക്കെ ഒച്ചത്തി വിളിച്ച് പറയും, കൂടെയുള്ളവരൊക്കെ അത് കേട്ടാൽ നിനക്ക് നാണക്കേടാ എന്ന് പറയുമ്പോൾ, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് രാധികാമ്മ ചോദിക്കുമ്പോൾ, ഞാൻ വന്നതല്ല, നീ എന്നെ വരുത്തിയതല്ലേ, നീയല്ലേ അന്ന് ബാംഗ്ലൂർ എന്നെ കാണാൻ വേണ്ടി വന്നത്, അപ്പോൾ നീ എന്താ എന്നോട് പറഞ്ഞത്, നീ ഇനി ബാംഗ്ലൂർ വരാൻ ഇടവരുത്തരുത് എന്നൊക്കെയാണ് നീ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ നിന്നെ ബാംഗ്ലൂർ വരാൻ ഇടവരുത്തുന്നില്ല, ഞാൻ ഇവിടെ വന്നു എന്ന് പറയാണ്. നീ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ നേരെ ചൊവ്വ ബാംഗ്ലൂർ പോകില്ല, നിൻ്റെ ശവമേ ബാംഗ്ലൂർ പോകുള്ളൂ എന്ന് രാധികാമ്മ പറയുമ്പോൾ, അയ്യോ എൻ്റെ ശവന് ബാംഗ്ലൂരിൽ നിന്ന് പോവില്ല കേട്ടോ, എനിക്കിപ്പോൾ ഒരു 6 അടി മണ്ണുണ്ട്, ഞാൻ നിന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞ കാര്യമേ, ഞാൻ അടുത്ത വ്യാഴാഴ്ച പാല് കാച്ചില, നിനക്ക് ഓർമ്മയുണ്ടോ ചെമ്പകശ്ശേരി, അവിടെ ഞാൻ വീണ്ടും എൻ്റെ ജന്മസ്ഥലത്ത് വീണ്ടും ഞാൻ എന്താണ് ജീവിക്കാൻ പോവാന്ന് പറയുമ്പോൾ രാധികാമ്മ ആകെ നെട്ടുവാണ്. നമ്മുടെ വിജയലക്ഷ്മി പറയേണ്ടത്, നീ പെട്ടെന്നൊക്കെ പറക്കില്ലല്ലോ ആ തറവാട്, നീ കുറച്ച് നാൾ സുഖിച്ച് ജീവിച്ചതല്ലേ, 16 വർഷം മുമ്പ് അതേ തറവാട് തന്നെയടി, അതെൻ്റെ പേര് തന്നെ എനിക്ക് വീണ്ടും കിട്ടിയെന്ന് പറയുമ്പോൾ രാധികാമ്മ ആകെ നെട്ടുവാണ്. അതിനുശേഷം കാണിക്കുന്ന ഗീതുവിനെയാണ്. ഗീതു നമ്മുടെ ഗോവിന്ദനെ ഫുഡ് കൊടുക്കുവാണ് കേട്ടോ, കമ്പനി വെച്ചിട്ട്. അപ്പം ഗോവിന്ദ് പറയേണ്ട, ഹാവോ നിന്നെ കൊണ്ട് ഇങ്ങനെയെങ്കിലും എന്തെങ്കിലും ഉപകാരം ഉണ്ടല്ലോ ഫുഡ് വിളമ്പിത്തരാൻ എന്ന് പറയുമ്പോൾ, ഫുഡ് വിളമ്പിത്തരാൻ മാത്രമേ ഞാനുള്ളൂ, ഈ ഫുഡൊക്കെ ഉണ്ടാക്കിയതേ നിങ്ങളുടെ പ്രിയപ്പെട്ട രണ്ടാനമ്മയാണ് എന്നിങ്ങനെ പറയുവാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, മാങ്ങ
ഇങ്ങനെ മാങ്ങയുടെ കറി അതുപോലെ തന്നെ ഒരുപാട് കറിയൊക്കെ ഇഷ്ടപ്പെട്ടത് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയാണ്. മാങ്ങ ഇങ്ങനെ കഴിക്കുമ്പോൾ തന്നെ ഗോവിന്ദൻ്റെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുക കേട്ടോ. ഒരുമിച്ച് കഴിച്ചതും സന്തോഷിച്ചതും രാധികാമ്മയും അച്ഛനും വരുണും അയ്യപ്പേട്ടനും എല്ലാവരും കൂടി ഒരുമിച്ച് കഴിച്ച് സന്തോഷിച്ച ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ഗോവിന്ദ് പെട്ടെന്ന് മനസ്സിൽ ഓർക്കുവാണ്. അതൊക്കെ മനസ്സിലെടുത്തിട്ട് നമ്മുടെ ഗോവിന്ദ് വീണ്ടും മാങ്ങ നന്നായിട്ട് ആസ്വദിച്ച് അങ്ങോട്ട് കഴിക്കുക കേട്ടോ. മാമ്പഴപ്പുളിശ്ശേരിയും അതുപോലെ തന്നെ മധുരത്തിൻ്റെ വേറെ എന്തൊക്കെയോ കറികളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഗോവിന്ദ് കഴിക്കുന്ന സമയത്ത് ഗീതുവിനോട് പറയുന്നുണ്ട്, ഇതൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് പഴയ ഓർമ്മ വരിക. അച്ഛനെയായിരുന്നു മാമ്പഴം പുളിശ്ശേരി ഏറ്റവും ഇഷ്ടം. അങ്ങനെ അമ്മ ഉണ്ടാക്കാൻ തുടങ്ങിയതാ, പിന്നെ എനിക്കും ഇഷ്ടമായെന്ന് പറയുമ്പോൾ നമ്മുടെ ഗീതു പറയുന്നുണ്ട്, അല്ല അച്ഛനിതെങ്ങനെയാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയുമ്പോൾ ഗോവിന്ദ് ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ പാചകക്കാരിയായിരുന്നോ രാധികാമ്മ എന്ന് പറയുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, പാചകക്കാരിയൊന്നും അല്ലായിരുന്നു, എൻ്റെ അച്ഛൻ്റെ പേഴ്സണൽ മാനേജറായിരുന്നു എന്ന് പറയുമ്പോൾ ഗീതു പറയുന്നുണ്ട്, പേഴ്സണൽ മാനേജർ, നമ്മുടെ നാട്ടിൽ അതിന് വേറൊരു പേരാണല്ലോ പറയണത്. അയ്യോ അതെന്താ പേര് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കുക കേട്ടോ ഗീതു. അപ്പോൾ തന്നെ ഗോവിന്ദനെ മനസ്സിലായി വെപ്പാട്ടി എന്നാണ് പറയാൻ വന്നേന്ന് കേട്ടോ. അപ്പോൾ തന്നെ ഗോവിന്ദ് പെട്ടെന്ന്, എടേ നീ നിൻ്റെ വായ തുറന്നിട്ടേ ദേ ഈ ഒരു ഉരുളയുണ്ടല്ലോ അത് നിൻ്റെ വായിലേക്ക് അണ്ണാക്കിലേക്ക് കയറ്റി വെക്ക്, ഞാൻ മനസ്സമാത്തോണ്ട് ചോറ് തിന്നട്ടെ എന്ന് പറയുവാണ്. എന്നാലും അങ്ങനത്തെ ഒരു പേരുണ്ടല്ലോ. അപ്പോൾ ഗോവിന്ദ് പറഞ്ഞിട്ട്, എൻ്റെ അമ്മയെ പാചകക്കാരിയൊന്നും അല്ലായിരുന്നു, ബിസിനസ് കാര്യങ്ങളിലൊക്കെ എൻ്റെ അച്ഛനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളായിരുന്നു എന്നൊക്കെ എന്നെ പറയുവാണ്. ഓ അതന്നെയാണ് ഞാനും പറഞ്ഞത്, അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടാണല്ലോ നിങ്ങളുടെ കുടുംബത്തിൽ കയറി പറ്റിയത്. നിങ്ങളുടെ അമ്മ മരിച്ചപ്പോൾ ആ സ്ഥാനത്തേക്ക് കയറി വന്നതല്ലേ നിങ്ങളുടെ രാധികാമ്മ, രണ്ടാനമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും കളിയാക്കാട്ടോ ചെയ്തു. അതിനുശേഷം നമ്മുടെ ഗോവിന്ദ് പറയേണ്ട, ഹായ് അമ്മ ഉണ്ടാക്കിയ കറികൾക്കൊക്കെ എന്താ സ്വാദ്, ഇപ്പം അമ്മ എൻ്റെ മുമ്പിൽ വന്നെങ്കിൽ ഞാൻ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്താനേ എന്ന് പറയുമ്പോൾ ഗീതു പറയണ്ടേ, എങ്കിലാവുമ്പോൾ ഇങ്ങോട്ട് തന്നേക്ക്, ഈ കറികളൊക്കെ ഉണ്ടാക്കിയത് ഞാനാ എന്ന് പറയാണ് ഗീതു. നീയോ? അപ്പോൾ നീ അമ്മ ഉണ്ടാക്കിയതാണെന്നല്ലോ പറഞ്ഞത്. അത് ഞാൻ വെറുതെ പറഞ്ഞതാ, നിങ്ങൾ കഴിക്കുമ്പോൾ എന്തൊക്കെ പറയുമെന്ന് അറിയാനായിട്ട്. ഇനി നീ ഞാൻ ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് കുറ്റം പറയുമല്ലോ, കൊള്ളത്തില്ല, നന്നായില്ല, പുളി കൂടിയില്ല, മധുരം കൂടിയില്ല എന്നൊക്കെ. ഇനി തുടങ്ങിക്കോ എന്ന് പറയുകയാണ്. ആ സമയത്ത് ഗോവിന്ദ് പറയുന്നുണ്ട്, ഇല്ലടി നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്, അമ്മ ഉണ്ടാക്കണ പോലത്തെ അതേ സ്വാദ് തന്നെയാണ്, കറികളൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട്, മാമ്പഴപ്പുളിശ്ശേരി ഈ പച്ചടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് പറയുമ്പോൾ ഗീതുക്ക് ഭയങ്കര സന്തോഷമാവാട്ടോ. അങ്ങനെ ഗീതു കുറച്ചുകൂടി കറി ഗോവിന്ദിന് വിളമ്പി കൊടുക്കുകയാണ്. ഗോവിന്ദ് ആർത്തിയോട് കൂടി തന്നെ ചോറ് ഫുള്ളും കഴിക്കുന്ന ഒരു ഭാഗത്തോടെ എപ്പിസോഡ് തീർന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.